The Swarajist Party, 1923. The Swarajist Party was founded by C.R. Das and Motilal Nehru on 1st January 1923. 1923 ജനുവരി 1-നായിരുന്നു C.R. ദാസും മോട്ടിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്. The party took its name from the word Swaraj, which means self-rule. സ്വയംഭരണം എന്നർത്ഥം വരുന്ന സ്വരാജ് എന്ന വാക്കിൽ നിന്നാണ് പാർട്ടി അതിൻ്റെ പേര് സ്വീകരിച്ചിരിക്കുന്നത്. The withdrawal of the non-cooperation movement created protest and despair in Indian National Congress. 1922 ഗാന്ധിജി പൊടുന്നനെ നിസ്സഹകരണ പ്രക്ഷോഭം പിൻവലിച്ചത് കോൺഗ്രസിൽ വൻ പ്രതിഷേധങ്ങൾക്കും നിരാശയ്ക്കും കാരണമായി. മോട്ടിലാൽ നെഹ്റു ആൻഡ് C.R. ദാസ് challenged the decision of Gandhi to withdraw the non-cooperation movement and quitted the party. നിസ്സഹകരണ പ്രക്ഷോഭം പിൻവലിക്കുവാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെ C.R. ദാസും മോട്ടിലാൽ നെഹ്റുവും ചോദ്യം ചെയ്യുകയും ഗാന്ധിജിയുടെ ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു. They protested against the policy of Gandhi. ഗാന്ധിജിയുടെ നയങ്ങൾക്കെതിരെയും തീരുമാനങ്ങൾക്കെതിരെയും മോട്ടിലാൽ നെഹ്റുവും C.R. ദാസും പ്രതിഷേധം ഉയർത്തി. Two groups emerged in the Congress. ഇതിനെ തുടർന്ന് കോൺഗ്രസിൽ രണ്ട് വിഭാഗങ്ങൾ രൂപം കൊണ്ടു. നോ ചേഞ്ചസ് ആൻഡ് പ്രോ ചേഞ്ചസ്. മാറ്റത്തെ അനുകൂലിക്കുന്നവരും മാറ്റത്തെ എതിർക്കുന്നവരും എന്നിങ്ങനെ രണ്ട് വിഭാഗം കോൺഗ്രസിൽ രൂപം കൊണ്ടു. The no changes wanted to boycott the government and continue the non-cooperation movement. മാറ്റത്തെ എതിർക്കുന്നവർ നിസ്സഹകരണ പ്രക്ഷോഭം തുടരുവാനും ഗവൺമെന്റിനെ ബഹിഷ്കരിക്കുവാനുമുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നു. The pro changes wanted to cooperate with the British. എന്നാൽ മാറ്റത്തെ അനുകൂലിക്കുന്നവർ ബ്രിട്ടീഷ് ഭരണകൂടവുമായി സഹകരിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. The Swarajists wanted to cooperate with the British and advocated council entry and contest in the election to the state and central legislatures. മാറ്റത്തെ അനുകൂലിക്കുന്ന സ്വരാജിസ്റ്റ് പാർട്ടി ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കുവാനും ഗവൺമെൻറ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാന കേന്ദ്ര നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാനും തീരുമാനിച്ചു. Policy and programs of the Swarajists. The policy of the Swarajists was to contest in the election and enter the state and central legislative council. സ്വരാജിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമായ പദ്ധതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും സംസ്ഥാന കേന്ദ്ര നിയമസഭകളിലേക്ക് പ്രവേശനം നേടുകയും എന്നതായിരുന്നു. In the council, they followed a policy of continuous obstruction of government program. സംസ്ഥാന നിയമസഭകളിൽ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഗവൺമെന്റിന്റെ പദ്ധതികളെയും ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ പ്രക്രിയകളെയും തടസ്സപ്പെടുത്തുകയും തകിടം മറിക്കുകയും എന്നതായിരുന്നു സ്വരാജിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട അജണ്ട. സംസ്ഥാന നിയമസഭയിലും അതുപോലെ കേന്ദ്ര നിയമസഭയിലും പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയായിരുന്നു സ്വരാജിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ. സ്വരാജിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് അറ്റൈൻ സെൽഫ് ഗവൺമെന്റ് ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു പാർട്ടിയുടെ മുഖ്യമായ ഒരു അജണ്ട. റിപ്പീൽ ഓഫ് റിപ്രസീവ് ആൻഡ് റിഗ്രസീവ് ലോ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ കരിനിയമങ്ങൾ പിൻവലിക്കുക, അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുക എന്നതായിരുന്നു സ്വരാജിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഡ്രോ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. സ്വരാജിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഒരു പുതിയ ഭരണഘടന എഴുതിയുണ്ടാക്കുക എന്നത്. എക്സ്പോസ് ദ പ്ലാൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പദ്ധതികൾ ജനങ്ങളുടെ മുമ്പിൽ
അവതരിപ്പിക്കുക, ജനങ്ങളുടെ മുമ്പിൽ ബ്രിട്ടീഷ് പദ്ധതികൾ, ബ്രിട്ടീഷുകാരുടെ ഗൂഢ ലക്ഷ്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെളിവാക്കുക, തുറന്നു കാട്ടുക എന്നതായിരുന്നു സ്വരാജിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. യൂസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആസ് എ പ്ലാറ്റ്ഫോം ടു ക്രിയേറ്റ് പബ്ലിക് ഒപ്പീനിയൻ. നിയമസഭകളിലെയും കേന്ദ്ര നിയമസഭകളിലെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളെയും ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെയും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുകയും അങ്ങനെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഇന്ത്യയിൽ പൊതുജന അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു സ്വരാജിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. എക്സ്പോസ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ഗാന്ധിയൻ മെത്തേഡ് ആൻഡ് ടു റിസോർട്ട് ഡയറക്റ്റ് ആക്ഷൻ ഫോർ ഫ്രീഡം. സ്വരാജിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗാന്ധിജിയൻ സമര രീതികളുടെയും ഗാന്ധിയൻ സമര മാർഗങ്ങളുടെയും അർത്ഥശൂന്യത വെളിച്ചത്ത് കൊണ്ടുവരികയും ജനങ്ങളിൽ എത്തിക്കുകയും അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള നേരിട്ടുള്ള സമരത്തിലും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലും പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കുക, അതുവഴി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സ്വരാജിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ലീഡേഴ്സ് ഓഫ് ദി സ്വരാജിസ്റ്റ് പാർട്ടി. One of the most important leader of the Swarajist party was C.R. Das, 1817-1925. C.R. Das was a great freedom fighter known as Deshabandhu or Friend of the Nation. സ്വരാജിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവായിരുന്നു C.R. ദാസ്. ദേശബന്ധു അഥവാ രാഷ്ട്രത്തിൻ്റെ സുഹൃത്ത് എന്നറിയപ്പെടുന്ന C.R. ദാസ് മഹാനായ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു. ഹി വാസ് എ ലോയർ, റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്. ഒരു പ്രശസ്തനായ വക്കീലും എഴുത്തുകാരനും അതുപോലെ പത്രപ്രവർത്തകനുമായിരുന്നു C.R. ദാസ്. ഹി ഫൗണ്ടഡ് എ ന്യൂസ് പേപ്പർ കോൾഡ് ലിബേർട്ടി. സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ലിബേർട്ടി എന്ന ഒരു പുതിയ പത്രം അദ്ദേഹം സ്ഥാപിച്ചു. He led the non-cooperation movement in Bengal. ബംഗാളിൽ നിസ്സഹകരണ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ കോൺഗ്രസ് നേതാവായിരുന്നു C.R. ദാസ്. He was the first mayor of Calcutta Corporation in 1924. 1924 കൽക്കട്ട കോർപ്പറേഷൻ രൂപീകരിക്കുകയും കൽക്കട്ട കോർപ്പറേഷനിലേക്ക് നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കൽക്കട്ട കോർപ്പറേഷന്റെ മേയറായി തിരഞ്ഞെടുക്കുകയും ചെയ്ത കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ അനിഷേധ്യനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു C.R. ദാസ്. ഹി സെർവ്ഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1921. 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹി ക്വിറ്റഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1923. 1923 ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും സ്വരാജിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ഹി വാസ് ഡൈഡ് ഇൻ 1925. അദ്ദേഹം 1925 മരണമടഞ്ഞു. മോട്ടിലാൽ നെഹ്റു 1861-1931. സ്വരാജിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു അനിഷേധ്യനായ നേതാവായിരുന്നു മോട്ടിലാൽ നെഹ്റു. മോട്ടിലാൽ നെഹ്റു വാസ് എ ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മഹാനായ ഒരു സ്വാതന്ത്ര്യ ഭടനായിരുന്നു മോട്ടിലാൽ നെഹ്റു. ഹി വാസ് എ വെൽത്തി കോൺഗ്രസ്മാൻ. അക്കാലത്തെ ഏറ്റവും ധനികനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു മോട്ടിലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് കൂടിയായിരുന്നു മോട്ടിലാൽ നെഹ്റു. ഹിസ് റെസിഡൻസ് ആനന്ദ ഭവൻ അറ്റ് അലഹബാദ് വാസ് എ സെൻറ്റർ ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. അലഹബാദിലെ മോട്ടിലാൽ നെഹ്റുവിൻ്റെ ആനന്ദ ഭവനം എന്ന വസതി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു. ഹി വാസ് എ ലോയർ, റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്. മോട്ടിലാൽ നെഹ്റു ഒരു വിഖ്യാതനായ ഒരു അഭിഭാഷകനും എഴുത്തുകാരനും പത്രപ്രവർത്തകനും കൂടിയായിരുന്നു.
He founded a newspaper called The Independent in 1919. 1919 ഇൻഡിപെൻഡന്റ് എന്ന ഒരു പത്രം അദ്ദേഹം സ്ഥാപിച്ചു. He enjoyed the privilege to appear before the Privy Council in Britain. ബ്രിട്ടനിലെ പരമോന്നത നീതിപീഠമായ പ്രിവി കൗൺസിലിന് മുന്നിൽ ഹാജരായി കേസ് വാദിക്കുവാനുള്ള പ്രത്യേകമായ അധികാരമുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രിവിലേജ് ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഒരു അഭിഭാഷകനായിരുന്നു മോട്ടിലാൽ നെഹ്റു. He served as the leader of the opposition in the Central Legislative Council in 1923. 1923 കേന്ദ്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. He served as the president of the Indian National Congress in 1919 and 1928. 1919 1928 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായും മോട്ടിലാൽ നെഹ്റു പ്രവർത്തിച്ചു. He quitted INC in 1923 and founded the Swarajist Party along with C.R. Das. 1923 മഹാത്മാഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയും C.R. ദാസുമായി ചേർന്ന് സ്വരാജിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. He rejoined in Indian National Congress in 1926. എന്നാൽ 1926 അദ്ദേഹം കോൺഗ്രസിൽ വീണ്ടും ചേരുകയും ചെയ്തു. He was the chairman of the Nehru Committee appointed in 1928 by the Indian National Congress. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് പഠിക്കുവാനും ഇന്ത്യക്ക് ഒരു പ്രത്യേകമായ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിനും വേണ്ടിയിട്ട് 1928 കോൺഗ്രസ് നിയമിച്ച നെഹ്റു കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു മോട്ടിലാൽ നെഹ്റു. He recommended a dominion status for India within the British Empire. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ ഇന്ത്യക്ക് ഒരു ഡൊമീനിയൻ പദവിയോടുകൂടിയ ഒരു രാഷ്ട്രീയ സംവിധാനമാണ്, ഒരു ഭരണഘടനാ സംവിധാനമാണ് മോട്ടിലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ആശയം. മോട്ടിലാൽ നെഹ്റു വാസ് ഡൈഡ് ഇൻ 1931. 1931 മോട്ടിലാൽ നെഹ്റു മരണമടയുന്നത്. അച്ചീവ്മെന്റ്സ് ഓഫ് ദി പാർട്ടി. സ്വരാജിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമായ നേട്ടങ്ങൾ. The main political achievements of the Swarajist Party are the following. സ്വരാജിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു. The Swarajist Party contested in the election held in 1923 to state and central legislative council and won 42 seats. 1923 സംസ്ഥാന കേന്ദ്ര നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വരാജിസ്റ്റ് പാർട്ടി മത്സരിക്കുകയും 42 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു. The party raised the demand of self-government for India. ഇന്ത്യയുടെ രാഷ്ട്രീയമായ സ്വയംഭരണത്തിന് വേണ്ടിയിട്ട് വാദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഇന്ത്യയുടെ രാഷ്ട്രീയമായ സ്വയംഭരണം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുകയും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് സ്വരാജിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ നേട്ടം. ദ പാർട്ടി ഡിമാൻഡഡ് പ്രോഗ്രസീവ് ലെജിസ്ലേഷൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ കരിനിയമങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുകയും വിപ്ലവകരമായ അല്ലെങ്കിൽ പുരോഗമനപരമായ നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമസഭകൾക്കകത്തും പുറത്തും പോരാട്ടം നടത്തി എന്നതാണ് സ്വരാജിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ നേട്ടം. സ്വരാജിസ്റ്റ് പാർട്ടി ഡിമാൻഡഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഫോർ ദി കൺട്രി. രാജ്യത്തിൻ്റെ വ്യാവസായികമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്, വ്യാവസായികമായ പുരോഗതിക്ക് വേണ്ടി സ്വരാജിസ്റ്റ് പാർട്ടി ശബ്ദമുയർത്തി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം. ദ സ്വരാജിസ്റ്റ് പാർട്ടി ഡെവലപ്ഡ് പബ്ലിക് ഒപ്പീനിയൻ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വളരെ ശക്തമായ ജനകീയ അഭിപ്രായം, പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിൽ സ്വരാജിസ്റ്റ് പാർട്ടി വിജയിച്ചു എന്നതാണ് സ്വരാജിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ നേട്ടം. എൻഡ് ഓഫ് ദി സ്വരാജിസ്റ്റ് പാർട്ടി. സ്വരാജിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം.
The Swarajist Party failed to achieve its goal. സ്വരാജിസ്റ്റ് പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. The party quitted from the councils in 1926. 1926 സ്വരാജിസ്റ്റ് പാർട്ടി സംസ്ഥാന കേന്ദ്ര നിയമസഭകളിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നു. C.R. Das was died in 1926. സ്വരാജിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവായ C.R. Das 1925 മരണമടഞ്ഞതോടുകൂടി പാർട്ടി ക്രമേണ ശിഥിലമാകാൻ വേണ്ടി തുടങ്ങി. മോട്ടിലാൽ നെഹ്റു റീജോയിൻഡ് ഇൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1926. 1926 മോട്ടിലാൽ നെഹ്റു കോൺഗ്രസിൽ തിരിച്ചെത്തി. ദ പാർട്ടി വാസ് ലാസ്റ്റഡ് ഓൺലി ഫോർ 4 years. സ്വരാജിസ്റ്റ് പാർട്ടിക്ക് കേവലം 4 വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രമേണ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമായി.